വക്കീൽ സാറല്ലേ? സാർ ഞാനൊരു സംശയം ചോദിക്കണ്ടിട്ട് വിളിച്ചാ. ഇപ്പൊ മട്ടന്നൂര് നമ്മളെ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നല്ലോ കണ്ണൂരെ. ആ വിമാനം ഇപ്പൊ നമ്മളെ വീട്ടിന്റെ മുകളിലോട്ട് പറക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും യന്ത്ര തകരാറുകൾ സംഭവിച്ചാൽ നമ്മളെ വീട്ടിന്റെ മുമ്പിലെല്ലാം വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഇൻഷൂർ ഞാൻ വീട് ഇൻഷൂർ ചെയ്തിട്ടില്ലല്ലോ. അവര് തരണല്ലോ. അല്ല നമുക്കത് തിരിച്ചു വിട് എന്റെ വീട്ടിന്റെ മുകളിലോട്ട് പോണ്ട, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല അനക്ക് ഇഷ്ടല്ല അത്. നമ്മൾ അത്രയും സെന്റ് സ്ഥലം നമ്മളെ കൈക്കലുണ്ട്, അതിന്റെ മുകളിലോട്ട് ഇവർ പോണ്ട. അത് പറയുന്നില്ല. അനക്ക് പറയാൻ പറ്റില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലാന്നോ? നമുക്ക് അതായത് എയറോനോട്ടിക്കൽ മൈലുണ്ട്. ഒരു ഇനി കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരു ഇത്ര മൈലിന് ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. എന്റെ കൈ പൊന്തിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്റെ മുകളിൽ പോയില്ലല്ലോ. രണ്ടാമത്തെ അല്ല, എയറോനോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഒരു നമ്മള് നോർമലി പറയുകയാണെങ്കിൽ ഒരു 17 എന്താ പറയാ സെന്റ്. അത് ഞാൻ ചോദിച്ചോട്ടെ, 2000 അടി മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ഇത് വീണ് കഴിഞ്ഞാൽ നമ്മളെ പറയാമല്ല വീഴ. അതുകൊണ്ടാണ് എനിക്കൊരു ബേജാറ്. ഇപ്പം പോയത് ഇപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പേ വീട്ടിന്റെ മുകളിലോട്ട് പോയി. അപ്പൊ വെറുതെ പറഞ്ഞ് ഇങ്ങനെ അന്നേരം എനിക്കാകെ ബേജാറായി. അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയതാ. ആ വീണ് കഴിഞ്ഞാല് ഫ്ലൈറ്റ് നമ്മളെ വീട്ടിന്റെ മേലെ വീണ് കഴിഞ്ഞാല് വീടല്ല അതിന്റെ അപ്പുറം തന്നെ അവർ എടുത്തു തരണം. എടുത്തത് നമ്മളത് ഉണ്ടെങ്കിലല്ലേ ഇവർ എടുത്തു തരും. നമ്മളിപ്പോ ചത്തുപറ്റി ഒന്നുമില്ല. പക്ഷെ അത് വീണ് കഴിഞ്ഞാൽ അത് തരണം. വീട് ഇൻഷൂർ ചെയ്യണ്ടെന്ന് ആയിക്കില്ലടാ. വേണ്ട. ഇലക്ട്രിക്കലി വേണ്ടു. നമുക്കിത് റൂട്ട് തിരിച്ചുവിടാൻ പറ്റൂല. ഒന്നും കഴിയില്ല. എയറോനോട്ടിക്കൽ മൈൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു 16 സെന്റ് സ്ഥലമില്ലേ, അതിന്റെ ഹൈറ്റ് മേലോട്ട്, അതിന്റെ മേലെ നമ്മളെല്ല അത് ഓറതാ അറിയാം. എന്നാ അതിന് താഴോട്ട് വീറെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? 16 സെന്റ് ആടെ വന്നിട്ട് ആടെ തങ്ങി നിൽക്കണോ, അതിന് താഴോട്ട് ഇങ്ങനെ വീഴാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയുന്നില്ല. ഇതൊന്നും ഒരു നിയമമല്ല കേട്ടോ. നിങ്ങള് ഓക്കെ.